ഓക്കെ, എല്ലാവരും സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, പ്രപ്പോസിഷൻ നിങ്ങൾ ഓൾറെഡി നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കും. പ്രപ്പോസിഷൻ അറിയാത്തവരുണ്ടാവില്ല അല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പ്രപ്പോസിഷൻസിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അറ്റിൻ്റെ ഉപയോഗമാണ്. പല ക്ലാസ്സുകളിൽ ഞാൻ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി ക്ലാസ്സുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാണ്, കാരണം മുമ്പത്തെ ക്ലാസ്സുകൾ കേട്ടവർക്കൊക്കെ ഒരു ആവർത്തന വിരസത ഉണ്ടാവും. പുതുതായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ സ്പീഡിൽ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ അറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും ഒന്ന് വിത്ത് നെയിം ഓഫ് സ്മോൾ പ്ലേസസ്, ചെറിയ സ്ഥലങ്ങളുടെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് യൂസ് ചെയ്യുന്നു. ചെറിയ സ്ഥലങ്ങളുടെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, ഐ ആം ഹിയർ അറ്റ് ഇന്ദിരാനഗർ. റാം മോഹൻ റോയ് വാസ് ബോൺ അറ്റ് രാധാനഗർ. ഇതിൻ്റെയൊക്കെ മുമ്പിൽ അറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സംഗതി മനസ്സിലായല്ലോ? നിങ്ങളുടെയൊക്കെ നാട് ഒരു പർട്ടിക്കുലർ എന്താ പറയുക, ചെറിയ ഒരു സ്ഥലത്തായിരിക്കും, ഒരു എക്സാക്ട് പ്ലേസിലായിരിക്കും. അത്ര സ്ഥലങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ? എന്താണ് നിങ്ങളുടെ നാട്ടിന്റെ പേര്? ആരെങ്കിലും ഒന്ന് പറയൂ. ജസീനന്റെ വീട് കുറുക്കമൂല, അപ്പൊ നമ്മൾ അറ്റ് കുറുക്കമൂല എന്ന് പറയും അല്ലേ? പക്ഷേ ജസീന വയനാട്ടിലാണ്, അറ്റ് വയനാട് എന്ന് പറയില്ല, അത് ഡിസ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് ഇന്ന് പറയും. വലിയ സ്ഥലങ്ങൾ, ജില്ലകൾ, സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇന്ന ഉപയോഗിക്കുക. ഇൻ ബംഗളൂരു, ഇൻ വെസ്റ്റ് ബംഗാൾ, അങ്ങനെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാഴ്ചക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? സ്ക്രീനൊക്കെ വൃത്തിയിൽ കാണുന്നില്ലേ? ഭംഗിയായിട്ട് കാണുന്നില്ലേ? വലുതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സ്മോൾ പ്ലേസസിന്റെ മുമ്പിലാണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ? സ്മോൾ പ്ലേസസിന്റെ മുമ്പിലാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അൻഷദ് അലിയുടെ നാട് എവിടെയാ? അൻഷദ് അലി വീട് എവിടെ ഉള്ളത്? സ്ഥലം കറക്റ്റ് എന്ന് പറ. പ്രണവിന്റെ വീട് എവിടെയാ? ഇപ്പൊ അൻഷദ് അലിന്റെ വീട് പാലക്കാട് ജില്ലയിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും അറ്റ് പാലക്കാട് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. പ്രണവ് പുത്തൂർ പള്ളിക്കൽ. ഈ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലം ഒരു എക്സാക്ട് പ്ലേസ് ആണ് അൻഷദ്. സോ അൻഷദിന് പറയാൻ സാധിക്കും അറ്റ് പള്ളിക്കൽ. ഐ ലിവ്, അല്ലെങ്കിൽ ഐ ആം ഫ്രം, അല്ലെങ്കിൽ സോറി, റൈറ്റ് നൗ ഐ ആം ഹിയർ അറ്റ് പള്ളിക്കൽ. പക്ഷെ ഒരിക്കലും എന്താണ് ഇൻ കാലിക്കറ്റ് എന്നോ, ഇൻ കണ്ണൂർ എന്നോ, ഇൻ പാലക്കാട് എന്നോ, ഇൻ കാസർഗോഡ് എന്നോ പറയാൻ പറ്റില്ല, കാരണം അത് ഡിസ്ട്രിക്റ്റിന്റെ പേരാണ്. വലിയ നഗരങ്ങൾ, ഇപ്പൊ കൊച്ചി, ഇൻ കൊച്ചി, ഇൻ ബംഗളൂരു, വലിയ നഗരങ്ങൾക്ക് മുമ്പിൽ, ടൗണുകളുടെ മുമ്പിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കിയേ, അറ്റ് ഇന്ദിരാനഗർ, ഇൻ ബംഗളൂരു, ബാംഗ്ലൂരിന്റെ മുമ്പിൽ ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാം മോഹൻ റോയ് വാസ് ബോൺ അറ്റ് രാധാനഗർ ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പൊ അഞ്ചു എവിടെയാ? എറണാകുളത്ത്, കൊച്ചിയിൽ ലിസി ജംഗ്ഷനിലാന്ന് വെക്കുക. അപ്പൊ ലിസി ജംഗ്ഷൻ ആണ് പറയുന്നതെങ്കിലോ, ലിസി ജംഗ്ഷന്റെ മുമ്പിൽ അറ്റാണ് യൂസ് ചെയ്യാം. എന്നാൽ ഇൻ കൊച്ചിനാണ്, കൊച്ചിയുടെ മുമ്പിൽ ഇൻ കൊച്ചിൻ അല്ലെ, ഇൻ കൊച്ചിൻ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് വെൻ ടോക്ക് അബൌട്ട് എ പെർട്ടിക്കുലർ പ്ലേസ് ഓർ എ ബിൽഡിംഗ്. ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഒരു ബിൽഡിംഗ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അൻഷദേ അറ്റ് യൂസ് ചെയ്യും. അതെങ്ങനെയാ? ഐ മെറ്റ് ഹിം അറ്റ് ദ ബാങ്ക്. ഞാൻ ബാങ്കിൽ മൂപ്പരെ കണ്ടുമുട്ടി എന്ന് പറയുന്നത്. അറ്റ് ദ ബാങ്ക് എക്സാക്ട് പ്ലേസ് ആണ്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു എക്സാക്ട് പ്ലേസിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാങ്ക് എന്ന് പറയുന്ന എക്സാക്ട് പ്ലേസ്. ഓക്കെ, ബാങ്ക്, അത് ബാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ഒക്കെ നമുക്ക് അറ്റ് ബാങ്ക്, അറ്റ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയാം. ദ മാച്ചസ് അറ്റ് നെഹ്റു സ്റ്റേഡിയം, അവിടെ നമ്മൾ പർട്ടിക്കുലർ പ്ലേസിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? ഒന്ന് സ്മോൾ പ്ലേസസ്, പിന്നെ പർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ബിൽഡിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഡിനോട്ട് ആൻ എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം. ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈമിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നു. അറ്റ് 6 o'clock they had lunch at 9 PM അല്ലെ? അറ്റ് 6 o'clock, at 2 o'clock, at 1 o'clock, at 11:30, അങ്ങനെ ഒരു എക്സാക്ട് ടൈം പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു ഡിനോട്ട് എ സെൻസ് ഓഫ് ടൈം, ഒരു സെൻസ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ട്. എക്സാക്ട് ടൈം ആവണമെന്നില്ല. ഇപ്പോൾ നൈറ്റ്, രാത്രി, അറ്റ് നൈറ്റ്, അറ്റ് നൂൺ, അറ്റ് ഡൗൺ, അറ്റ് ഡെസ്കിൽ. ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതം, ഡെസ്ക് എന്ന് പറഞ്ഞാൽ പ്രദോഷം, ആൻഡ് അറ്റ് മിഡ് നൈറ്റ്, അർദ്ധരാത്രി, അറ്റ് മിഡ് നൈറ്റ് അല്ലെ ഒക്കെ പറയാം. ഹി റീച്ച്ഡ് അറ്റ് നൈറ്റ്, ഹി ഫോൺഡ് മീ അറ്റ് നൂൺ. ഇതാണ് സെൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സെൻസ് ഓഫ് ടൈം പറയാൻ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് ഉപയോഗിക്കാം. എന്നാൽ
ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ. പിടുത്തം കിട്ടിയാ? ഓക്കെ, കാര്യം ഏറെക്കുറെ ഐഡിയ കിട്ടിയില്ലേ? യെസ്, ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അഞ്ചാമത്തെ ഉപയോഗം അറ്റിൻ്റെത്, എ പോയിന്റ് ഇൻ ദ ഇയർ. ഒരു വർഷത്തിലെ പോയിന്റ്, ഒരു ഇയറിൽ പോയിന്റുകളായിട്ടുള്ള ഫെസ്റ്റിവൽസ് പറയാൻ വേണ്ടിയിട്ട്, ഉത്സവങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. വി വിൽ മീറ്റ് അഗെയിൻ അറ്റ് ഓണം. അറ്റ് ഓണം ശ്രദ്ധിക്കുക, ഇപ്പം അടുത്ത കാലത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്. അറ്റ് ക്രിസ്മസ്. എന്നാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എനിക്കൊരു ഡേ വന്നു കഴിഞ്ഞാൽ അറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ഓണം ഡേ എന്ന് പറയില്ല. അപ്പോൾ ഓണം ഡേ. ഈ ഡേ വരുമ്പോഴൊക്കെ ഓണ വരിക. മനസ്സിലായില്ലേ? ഓൺ ക്രിസ്മസ് ഡേ. വെറും ക്രിസ്മസ് അല്ലെങ്കിൽ വെറും ഓണം ഒക്കെ പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? യെസ്. ഇനി അറ്റ് ഇസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഏജ്. ഏജ് പറയാൻ വേണ്ടി, വയസ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷി ഗോട്ട് മാരീഡ് അറ്റ് 18. She became a teacher at the age of 21. He died at the age of 85. Okay. At is used to show rate, amount, speed. Rate, amount, speed ഒക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? At begin. He is driving at 80 kilometers per hour. Price starts at Rs 500 at 2,000 rupees at night for a room. The hotel is good value. അപ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്നതായിട്ട് എമൗണ്ട്, സ്പീഡ്, റേറ്റ്, പ്രൈസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഇതങ്ങനെ ചോദിച്ച് കാണാറില്ല, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരും. അറ്റ് ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡിറക്ഷൻ. ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റ് യൂസ് ചെയ്യും. ഹി പോയിന്റഡ് അറ്റ്, ലുക്ക് അറ്റ്, ത്രൂ അറ്റ്, വേവിങ് അറ്റ്, എയിം അറ്റ്, പിയർ അറ്റ്, പീപ്പ് അറ്റ്, സ്റ്റെയർ അറ്റ്, ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്. ഓക്കെ, അങ്ങനെ. ഇനി ടു ഷോ ദ ടാലന്റ് ഇൻ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ടാലന്റ് പറയാൻ വേണ്ടി ഗുഡ് അറ്റ്, എക്സലന്റ് അറ്റ്, ഗുഡ് അറ്റ്, ക്ലെവർ അറ്റ്, ബ്രില്യന്റ് അറ്റ്, ടെറിബിൾ അറ്റ്, ബാഡ് അറ്റ്. ടാലന്റ് പറയുമ്പോൾ ബാഡ് ആയിട്ടുള്ള ടാലന്റ് പറയാം, ബാഡ് അറ്റ് എന്ന് പറയും. ഗുഡ് അറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. അർജുൻ ഈസ് ഗുഡ് അറ്റ് ഡ്രോയിങ്. ഹി ഈസ് എക്സലന്റ് അറ്റ് വർക്ക്. ഐ വാസ് നെവർ ഗുഡ് അറ്റ് സ്പോർട്സ്. ഹി ഈസ് വെരി ക്ലെവർ അറ്റ് imitating his works. Imitating his friends. She is brilliant at handling difficult clients. He is terrible at keeping his accounts in order. She is bad at keeping secrets. ഇനി പത്താമതായിട്ട് നമ്മൾ എവിടെയാണ് അറ്റ് യൂസ് ചെയ്യുന്നത്? സർപ്രൈസ് ആൻഡ് റിയാക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട്. വണ്ടേർഡ് അറ്റ്, എക്സ്ക്ലൈംഡ് അറ്റ്, ഡിലൈറ്റഡ് അറ്റ്, ഇംപേഷ്യന്റ് അറ്റ്, ഹോറിഫൈഡ് അറ്റ്, അമേസ്ഡ് അറ്റ്, ഷോക്ക്ഡ് അറ്റ്, സർപ്രൈസ്ഡ് അറ്റ്, ഇംപേഷ്യന്റ് അറ്റ്. I was wondered at the scene. He was exclaimed at the news. He was delighted at the news. The manager was impatient at the delay. Most of the people in the town were horrified at the bad news. I was amazed at the extent of his knowledge. His mother was shocked at the news. We were very surprised at the result. She was becoming increasingly impatient at their lack of interest. Everyone rejoiced at the news of his safe return. മനസ്സിലായില്ലേ? അമേസ്ഡ് അറ്റ്, ഷോക്ക്ഡ് അറ്റ്, സർപ്രൈസ്ഡ് അറ്റ്, ഇംപേഷ്യന്റ് അറ്റ്. ഈ വാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറ്റാണെന്നുള്ളത് ഓർക്കണം കേട്ടോ. ഇപ്പോൾ ഇന്നലെ നടന്ന പരീക്ഷയിലൊക്കെ ഉണ്ടോ ഇൻസിസ്റ്റഡ് ഓൺ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ നോട്ടിലുള്ള, നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യം ഇൻസിസ്റ്റഡ് ഓൺ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പം ഇതിൽ ഏതും പരീക്ഷയ്ക്ക് ചോദിക്കാം. അറ്റ് ഇസ് യൂസ്ഡ് വിത്ത് മീൽ ടൈംസ് പറയാൻ വേണ്ടിയിട്ട്, ആഹാര സമയം പറയാൻ വേണ്ടിയിട്ട്. ഇൻ ദ മോർണിംഗ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അറ്റ് ലഞ്ച്, അറ്റ് ഡിന്നർ. ക്ലിയർ അല്ലേ? ഇനി വിത്ത് സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റി. സ്കൂൾ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ മൈ സിസ്റ്റർ ഈസ് സ്റ്റഡിങ് അറ്റ് സ്കൂൾ. ഹീസ് അറ്റ് മൗണ്ട് ടബോർ. മൗണ്ട് ടബോർ എന്ന് പറയുന്ന സ്കൂളിൻ്റെ പേരാണ്. അങ്ങനെ സ്കൂളുകളുടെ പേരുകൾ പറയുന്ന സമയത്ത് ആ പേരിൻ്റെ മുമ്പിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. ദി ആർ അറ്റ് കാംബ്രിഡ്ജ്, ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ്. ഇനി 13ാമത്തെ ഉപയോഗം, ടോക്ക് അബൌട്ട് ദി ഈവൻറ്റ്സ് ഓർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. വിൽ മീറ്റ് അറ്റ് ദ സെമിനാർ, അറ്റ് ദ പാർട്ടി, അറ്റ് ദ മീറ്റിംഗ്. അങ്ങനെ മീറ്റിങ്ങിനെ കുറിച്ച്, സെമിനാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞു. ഇത്രയാണ് 13 പോയിന്റുകളാണ് എനിക്ക് അറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, വെറുതെ ഞാൻ ഓർമ്മിച്ചത് മാത്രമേ ഉള്ളൂ. ഇനി PVs ആൻഡ് PPs ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതാണ് പരീക്ഷയിൽ കൂടുതലായിട്ട് ചോദിക്കാം.
അറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുന്ന പി വി അല്ലെങ്കിൽ പി പി. പി വി മീൻസ് പ്രപ്പോസിഷണൽ വേർബ്. എന്താണ്? പ്രപ്പോസിഷണൽ വേർബ്സ്. ഇനി പി പി മീൻസ് പ്രപ്പോസിഷണൽ ഫ്രേസ്. ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരുന്നത്. ഒരു വാക്കും ഒരു വെർബിന്റെ കൂടെ ആണെങ്കിൽ പ്രപ്പോസിഷണൽ പി വി. അല്ലെങ്കിൽ കുറച്ച് കൂട്ടം വാക്കുണ്ടെങ്കിൽ അത് പ്രപ്പോസിഷണൽ ഫ്രേസ് പി പി. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ആംഗ്രി അറ്റ് സംതിങ്. ഹി വാസ് ആംഗ്രി അറ്റ് മൈ വേർഡ്സ്. Angry with, I was very angry with her. Laugh at, everybody laughs at my accent. Point at, I pointed at the boy sitting nearest me. Knock at, he knocked at the door. Knock ഓണൊന്നും ഉപയോഗിക്കാൻ തെറ്റില്ല കേട്ടോ. നോക്ക് അറ്റ് പോലെ തന്നെ നോക്ക് ഓണും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. രണ്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ്. നോക്ക് അറ്റും ഉപയോഗിക്കാം, നോക്ക് ഓണും ഉപയോഗിക്കാം. He knocked at the door, he knocked on the door. ഓപ്ഷനിൽ ഏതിൽ ഒരെണ്ണമാണ് വരാൻ സാധ്യതയുള്ളൂ. ഒരു തവണ പരീക്ഷയിൽ രണ്ടും വന്നു. രണ്ടും വന്ന സ്ഥിതിക്ക് ആ ചോദ്യം ഡിലീറ്റഡ് ആണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിലേ ഓക്കെ, ബാക്കി ഇവിടെ നോക്കാം. ഗുഡ് അറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എബിലിറ്റി ഒക്കെ പറയാൻ വേണ്ടിയിട്ടില്ല, സ്കില്ല് പറയാൻ. അരുൺ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ലുക്ക് അറ്റ് ദിസ് പെയിന്റിങ്. ലുക്ക് അറ്റ്. നോഡ് അറ്റ്, ഷീ നോഡഡ് അറ്റ് her co-workers. Shouted at, നമ്മൾ വഴക്ക് പറയുമ്പോൾ he could hear someone shouting at the TV. Smile at, my son smiles at me every time I walk through the door. ഗുഡ് ഇൻ അല്ല, ഗുഡ് അറ്റ് ആണ് പ്രണവേ. ഗുഡ് ഇൻ എന്നുള്ള ആ പ്രയോഗം നമ്മൾ ഉപയോഗിക്കേണ്ടി വരാറില്ല. ഗുഡ് ഇൻ, ഗുഡ് അറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗുഡ് അറ്റ്. ഓക്കെ, ഇനി സ്മൈൽ അറ്റ്, സ്റ്റെയർ അറ്റ്. ഇറ്റ്സ് അൺകംഫർട്ടബിൾ വെൻ പീപ്പിൾ സ്റ്റെയർ അറ്റ് യു. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പിന്നെ യൂസേജ് പറയാൻ വേണ്ടി നമ്മൾ ഗുഡ് ഫോർ ഉപയോഗിക്കാറുണ്ട് പ്രണവേ. ഗുഡ് ഫോർ നൗണാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഗുഡ് ഫോർ യൂസ് ചെയ്യാറുണ്ട്. ഗുഡ് അറ്റ് എന്ന് പറയുമ്പോൾ എബിലിറ്റി. എബിലിറ്റി. ഓക്കെ, ഗുഡ് അറ്റ് യൂസ് ചെയ്യുന്നത് എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്. യൂസേജ് പറയാൻ വേണ്ടിയിട്ട് ഗുഡ് ഫോറും ഗുഡ് ഇന്നും, യെസ്, ഗുഡ് ഇന്നും യൂസ് ചെയ്യും യൂസേജ് പറയാൻ വേണ്ടിയിട്ട്. എന്തിൻ്റെങ്കിലും ഉപയോഗം പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗുഡിന് അങ്ങനെ വളരെ റെയറായിട്ട് ഉപയോഗിക്കാറില്ല യൂസേജ് പറയുന്ന സമയത്ത്. ഗുഡ് ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ നൗണൊക്കെ പറയുമ്പോൾ ദ ഓയിൽ ഈസ് ഗുഡ് ഡാഷ് ബേൺസ്. പൊള്ളലിന് നല്ലതാണ്, ഗുഡ് ഫോർ ബേൺസ്. ഓക്കെ, പൊള്ളലിന് നല്ലതാണ്. ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി പറയാൻ. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. നോക്കാം, ഇനി ഗുഡ് ഫോർ ഒക്കെ വരുന്ന ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ ആഴത്തിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി അറ്റ് റിസ്ക്, ഹി വാസ് പുട്ടിങ് ഹിംസെൽഫ് അറ്റ് റിസ്ക്. അറ്റ് ദ എൻഡ് ഓഫ്, അറ്റ് എ ഡിസ്കൗണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എംപ്ലോയീസ് ക്യാൻ ബൈ ബുക്സ് അറ്റ് ഡിസ്കൗണ്ട്. അറ്റ് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. യു വിൽ ബി at an advantage if you have thought about the interviews questions in advance. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഗുണം നൽകും. അഡ്വാൻറ്റേജ്, അറ്റ് ആൻ അഡ്വാൻറ്റേജ്. പിന്നെ അതുപോലെ അറ്റ് എ ഡിസഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയാനും അറ്റ് പറയാം. there was no reason for her to feel at a disadvantage. ഓക്കെ, പിന്നെ അറ്റ് പ്രസന്റ്, അറ്റ് ദ സെയിം ടൈം, അറ്റ് പീസ്, അറ്റ് വൺസ്, അറ്റ് ലീസ്റ്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളല്ലേ. ഓക്കെ, അറ്റ് പ്രസന്റ്. അറ്റ് പ്രസന്റ് ഇപ്പോൾ ഈ സമയത്ത് വി ഹാവ് നോ എവിഡൻസ് ഓഫ് ലൈഫ് ഓൺ അതർ പ്ലാനറ്റ്. മറ്റ് പ്ലാനറ്റിൽ ജീവനുണ്ട് എന്നുള്ളത് നമുക്ക് അറ്റ് പ്രസന്റ് ഇപ്പോൾ നിലവിൽ നമുക്ക് തെളിവുകളൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം
അത് ഒരേ സമയം അല്ലേ? all speak at the same time. ഒരേ സമയം എല്ലാവരും സംസാരിക്കുന്നു. At peace, the two countries were at peace. സമാധാനത്തിലാണ്. At once എന്ന് ഉടനെ. You have to call her at once. I have met the president at least. He shook my hand once. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അത്രയേ ഉള്ളൂ. ഇത്രയും വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ വായിച്ചൊന്ന് ശീലിക്കണം. നിങ്ങളുടെ നാക്കിലൊരു മുമ്പ് എപ്പോഴോ കേട്ടതായിട്ടൊരു പരിചയമെങ്കിലും ഉണ്ടാവണം. കാണാതെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കൊന്നും വേണ്ട. എപ്പോഴോ കേട്ടതായിട്ടൊരു പരിചയം ഉണ്ടാവണം. പ്രണവേ ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ഹലോ. ഓക്കെ സർ. ജസീനെ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ല? ജസീന, അപ്പൊ ജസീന ഒരു കാര്യം ചെയ്യും, നമ്മള് ഈ ആറ്റ് വെച്ചുകൊണ്ടുള്ള PVs and PPs ഏതൊക്കെ ഒന്ന് വായിക്കേ. Angry at, angry with, laugh at, point at, knock at, knock on, good at, look at, nod at, shout at, smile at, at risk, at the end of, at a discount, at an advantage, at a disadvantage. At present, at the same time, at peace, at once, at least. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം ചെയ്യോ, ഈ ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഒന്ന് പറയൂ. ലെറ്റ്സ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ. Let's meet at the theater. ലെറ്റ്സ് മീറ്റ് അറ്റ് ദ തിയേറ്റർ. എന്തുകൊണ്ടാണ് ഇവിടെ അറ്റ് യൂസ് ചെയ്തത്? ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, തിയേറ്റർ ഒക്കെ അതിനൊക്കെ മുൻപേ അറ്റ് യൂസ് ചെയ്യും. പ്രോപ്പർ പ്ലേസ് ആണ് പറയുന്നത് അല്ലേ? എക്സാക്ട് പ്ലേസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൈ ഫാദർ വാസ് ആംഗ്രി ഡാഷ് മൈ ബിഹേവിയർ. ഓപ്ഷൻ മൈ ഫാദർ വാസ് ആംഗ്രി അറ്റ് മൈ ബിഹേവിയർ. അതെന്താണോ ഉത്തരം അങ്ങനെ വരുന്നത്? ആംഗ്രി അറ്റ് എന്ന് പറയുന്നത് ഒരു PP ആണ്, അല്ല PV. വെർബാണ്. അപ്പൊ ആംഗ്രി അറ്റ് പ്രപ്പോസിഷണൽ വെർബാണ് PV. ആംഗ്രി അറ്റ്, ആംഗ്രി കേട്ട ആംഗ്രി അറ്റ്, ആംഗ്രി അറ്റ്, ആംഗ്രി അറ്റ്. ഓക്കെ. ഇനി വേറൊരു പ്രശ്നമുണ്ട്. ഈ ആംഗ്രി അറ്റിന്റെ അല്ലാതെ ആംഗ്രി വിത്ത് പറയാറുണ്ട്. അതറിയോ എവിടെയാണ്? അത് സംതിങ് ആയതുകൊണ്ട് ആംഗ്രി അറ്റ്. സംബടി ആണെങ്കിൽ ആംഗ്രി വിത്ത്. സംബടി ആണെങ്കിൽ ആംഗ്രി വിത്ത് അല്ലേ? അതെ. ഐ ആം ആംഗ്രി വിത്ത് യു. ആംഗ്രി വിത്ത് യു, നിന്നോട് എനിക്ക് ദേഷ്യം എന്ന് പറയാം. ആംഗ്രി വിത്ത് സംബടി. ഐ ആം ആംഗ്രി വിത്ത് അൻഷദ്. ഐ ആം ആംഗ്രി വിത്ത് അങ്ങനെ പറയും. അല്ലാത്ത എനിക്കിപ്പോ അൻഷദിന്റെ സ്വഭാവത്തിനോടാണ് ദേഷ്യമെങ്കിലോ ആംഗ്രി അറ്റ്. ഐ ആം ആംഗ്രി അറ്റ് അൻഷദ്സ് ബിഹേവിയർ അല്ലേ? ബിഹേവിയർ. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. I was delighted at unexpected. I was delighted at his unexpected arrival. Yes, I was delighted at. അതെന്താണ് delighted at എന്ന് പറയുന്നത്? PV. നമ്മള് ഒരു സംഗതി പഠിച്ചിട്ടുണ്ടായിരുന്നു, റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? സർപ്രൈസ് ആൻഡ് റിയാക്ഷൻ എന്ന് പറയുന്ന സംഗതികൾ. ഡിലൈറ്റഡ് അറ്റ്, ഇംപേഷ്യന്റ് അറ്റ്, ഹൊറിഫൈഡ്, അമേസ്ഡ് അറ്റ്, റിജോയ്സ്ഡ് അറ്റ്, സർപ്രൈസ്ഡ് അറ്റ് അല്ലേ? യെസ്, ഗുഡ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സാം ഈസ് വെരി ക്ലവർ ഡാഷ് കുക്കിംഗ്. ക്ലവർ അറ്റ് കുക്കിംഗ്. അതെന്തുകൊണ്ടാ അറ്റ് വരുന്ന അവിടെ? ക്ലവർ അറ്റ് ഒരു സ്വഭാവത്തെ. ഗുഡ് അറ്റ്, ക്ലവർ അറ്റ്, ബ്രില്യന്റ് അറ്റ്, നമ്മുടെ കഴിവുകള് അല്ലേ? കഴിവ്, എബിലിറ്റി കാണിക്കാം. ഇനി അടുത്ത് മൈ സിസ്റ്റർ ഇസ് വെരി ഗുഡ് ഡാഷ് കുക്കിംഗ്. ഗുഡ് അറ്റ്. യെസ്, ഗുഡ് കേട്ട പിന്നെ മൈ സിസ്റ്റർ ഇസ് അറ്റ്. യെസ്, ഓക്കെ. അപ്പൊ അത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. നമുക്ക് ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ.
ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? കമന്റ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഓഫ് ആവുകയെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ പ്രശ്നം ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇല്ല, എപ്പോഴും ഇല്ല ആ പ്രശ്നം, ഔട്ടായി പോകുന്ന പ്രശ്നം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാ ഒരാൾ സ്റ്റേജിലേക്ക് വരിക അതിന്റെ ആൻസർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്? ഞാൻ എന്താ കുറച്ച് ചോദ്യം ചോദിക്കും, ബാക്കി എല്ലാവരും നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ അവിടെ മാർക്ക് ചെയ്യാം. കമന്റ് ഇടാൻ പറ്റുന്നൊരു കമന്റ് ഇടുക. ഒരാൾ സ്റ്റേജിലേക്ക് വാ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയ ആള്. കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വെള്ളം പോലെ. അറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യും. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അഞ്ചിന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി? അഞ്ചു ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട്. അഞ്ച് ആർഷ, ആർഷ മൈക്കോൺ ആക്കിയിട്ട് ഒന്ന് ഹായ് എന്ന് പറ. ആർഷ. ഹലോ സർ. ആർഷ എന്നല്ലേ പേര്? ആർഷ. 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 ഓക്കെ, ആർഷ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയൂ. ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. അറ്റ് ഐ മെറ്റ് ഹിം അറ്റ് മൈ അങ്കിൾസ് ഹോം. എന്തുകൊണ്ടാണ് അവിടെ അറ്റ് വന്നത്? അത് ചെറിയ പ്രോപ്പർ പ്ലേസിനെ ആയതുകൊണ്ട്. ഒരു പ്രോപ്പർ പ്ലേസ് അല്ലെങ്കിൽ പ്രോപ്പർ ബിൽഡിങ്സ് ഒക്കെ പറയാൻ വേണ്ടി നമ്മള് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അല്ലെ? അതെ അതെ സർ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. മൈ ഫാദർ വാസ് ആംഗ്രി അറ്റ് മൈ ബിഹേവിയർ. അതെന്തുകൊണ്ടാണ്? പി വി ആയതുകൊണ്ട്. അതൊരു പി വി ആണ് ആംഗ്രി അറ്റ് എന്ന് പറയുന്നത്. പക്ഷെ രണ്ട് പി വി ഉണ്ടല്ലോ, ആംഗ്രി അറ്റും ഉണ്ട് ആംഗ്രി വിത്തും ഉണ്ട്. ആംഗ്രി അറ്റ് എന്തുകൊണ്ട് ഇവിടെ ആംഗ്രി വിത്ത് വന്നില്ല? ആംഗ്രി വിത്ത് എ പേഴ്സൺ, ഒരു പേഴ്സണോടാണെങ്കിൽ വിത്ത് വരും, അല്ലെങ്കിൽ ആംഗ്രി അറ്റ് സംതിങ് ആണ്. ഇവിടെ മൈ ബിഹേവിയർ ആണ്, സ്വഭാവത്തിനോടാണ്. എന്നോടായിരുന്നെങ്കിലോ? ആംഗ്രി ഡാഷ് മീ, എന്നോട് മീ എന്നായിരുന്നെങ്കിൽ വിത്ത് വരും. ആംഗ്രി വിത്ത് മീ എന്ന് വരുമായിരുന്നു. ഓക്കെ, ഇവിടെ എന്റെ ബിഹേവിയർ ആയതുകൊണ്ട് ആംഗ്രി അറ്റ് വരും. ഓക്കെ, സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. ആൻസർ പറ. അത് സാം ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. അത് മാത്തമാറ്റിക്സില് നല്ല എബിലിറ്റി അല്ലേ അത്, മാത്തമാറ്റിക്സ്, അതുകൊണ്ട്. യെസ്, ഒരു എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഗുഡ് അറ്റ്. ഓക്കെ, അടുത്തത് മൈ ഫാദർ വാസ് ആംഗ്രി ഡാഷ് മൈ ബിഹേവിയർ. മൈ ഫാദർ വാസ് ആംഗ്രി വിത്ത് മൈ ബിഹേവിയർ. അതാണ് നേരത്തെ ചോദിച്ച സെയിം അല്ലേ? ഓക്കെ, അടുത്തത് സുനിൽ സാറ്റ് ഡാഷ് എ വോൾ. സുനിൽ സാറ്റ് അറ്റേ വാളാണോ? സുനിൽ സാ ഒരു വോൾ ഡാഷ് എ വോൾ. സുനിൽ സാറ്റ് അത് വാൾ എന്ന് പറയുമ്പോ ഒരു അതറിയില്ല സർ. ഒരു മിനിറ്റ്, അവിടെ പ്രണവ് എന്താ പറയുന്നത്? അറ്റ് മൈ ബിഹേവിയറോ എന്താ മാറിപ്പോയിട്ടോ? മാർക്ക് ചെയ്ത് മാറിയിട്ടുണ്ടോ? യെസ്, ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോയിട്ടുണ്ട് അല്ലേ? അറ്റ് മൈ ബിഹേവിയർ, ആംഗ്രി അറ്റ് മൈ ബിഹേവിയർ. എന്താ പറയായിരുന്നു തെറ്റിയത്? സോറി സർ. ഓക്കെ, അപ്പോ സുനിൽ സാറ്റ് വോൾ ആണ്. ഒരു വോൾ എന്ന് പറയുമ്പോ ഒരു മതിലിന്റെ മുകളിലാണ് സുനിൽ പോയിട്ട് ഇരിക്കുന്നത് അല്ലേ? മുകളിൽ എന്നതിന് നമുക്ക് ഒരിക്കലും അറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഓൺ യൂസ് ചെയ്യാം. അപ്പൊ ഓണാ യൂസ് ചെയ്യാം. ഓക്കെ, ആ ഓണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ. എങ്കിലൂടെ ചോദിച്ചു തന്നേ ഉള്ളൂ. അപ്പൊ എന്തിന്റെങ്കിലും മുകളിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നെങ്കിൽ ഓൺ യൂസ് ചെയ്യാം. സുനിൽ സാറ്റ് ഓൺ. The man jumped dash the pond. Jumped into the pond. Okay. Jumped into the pond. Jumped into the pond. Into over അല്ലേ? ഹലോ, ഞാൻ ലൈവിൽ അത് കഴിഞ്ഞ് വിളിക്കാം. Okay. Into the pond. Into the pond. God has been kind dash me. Kind of me. Oh, kind with me. Kind with ആണോ? അല്ല, kind to me ആണ് കേട്ടോ വരിക. Okay. Kind to me. പേടിക്കണ്ട, കാരണം നമ്മൾ 2 പഠിച്ചിട്ടുണ്ടോ? ഇല്ല,
ഞാൻ ചോദിക്കുന്നതല്ലോ. പക്ഷെ ഇത് ഓരോ ക്ലാസ് കഴിയുമ്പോൾ കൂടുതൽ എല്ലാം ശരിയായി വരും. അവസാനത്തേക്ക് ഫുൾ ശരിയാവും. ഇപ്പൊ ഒരു ഞാൻ 10-15 ചോദ്യം ചോദിക്കും, അതൊരു 5-6 ശരിയായാൽ മതി. ഓക്കെ, കുഴപ്പമില്ല. ഇനി അടുത്തത് fill the blanks with the proper preposition. He pointed at the tree. Pointed at the tree. വെരി ഗുഡ്. നമ്മൾ ഡിറക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ പഠിപ്പിച്ചു. പോയിന്റ് അറ്റ്, ത്രോ അറ്റ്, നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു. ഓക്കെ. ലുക്ക് അറ്റ്, കുറച്ച് വാക്കുകൾ. യെസ്. ഇനി 9ാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർ പ്രൊപ്പോസിഷൻ. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് പോയിസണിങ് ഹെർ ഡോഗ്. She accused me. Accused. Accused me ഓഫ് ആണ് വരിക. ഓഫ്. അതായത് അക്യൂസ് എന്ന് പറയുന്നത്, അക്യൂസ് ഓഫ് എന്ന് പറയുന്നത് ഒരു PV ആണ്. ഓക്കെ. അക്യൂസ് ഓഫ്. 2-3 പ്രാവശ്യം പറ. അക്യൂസ് ഓഫ്. ഓക്കെ. Accuse of. Okay. Accused me of poisoning her dog. Yes. I will meet you dash the library. I will meet you at the library. Very good. അതെന്തുകൊണ്ടാ? അതെ, നമ്മളെ പ്രോപ്പർ പ്ലേസ് ഓർ ബിൽഡിംഗ് അല്ലേ? അപ്പൊ ഇത് ലൈബ്രറി എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ആയ ബിൽഡിംഗ് ആണ്, ഒരു പ്ലേസ് ആണ്. ഓക്കെ. Leda has trouble dash remembering people's names. Leda has trouble at trouble with ആണ് ട്ടോ. trouble with. Okay. ഇത് PV ആണ്. trouble with. trouble കണ്ട with. trouble with. Okay. അടുത്തത്. There was a big crowd dash the market. Big crowd at the market. Very good. ഒരു പ്രോപ്പർ പ്ലേസ് ആണ് at the market. അതെ. Use appropriate preposition. Milk is good dash drink. Milk is good at, bad at അങ്ങനെ വരുന്നു. അപ്പൊ good at drink. ഓക്കെ. പ്രണവേ, നേരത്തെ ഞാൻ യൂസേജിന്റെ കൂടുതൽ ഗുഡ് ഇൻ അല്ല, ഗുഡ് അറ്റ് ആണ്. സോറി. ഗുഡ് അറ്റ് അല്ല, ഉത്തരം തെറ്റിയിട്ടുണ്ട്. ഗുഡ് അറ്റ് എപ്പോഴാ ഉപയോഗിക്കുക നമ്മള്? ഹർഷ, എബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഗുഡ് അറ്റ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ യൂസേജ് ആണ് പറയുന്നതെങ്കിൽ ഇതൊരു ഉപയോഗമാണ് പറയുന്നത് അല്ലെ. ഡ്രിങ്ക് കുടിക്കാൻ നല്ലതാന്നല്ലേ പറഞ്ഞത്. യൂസേജ് പറയുമ്പോൾ നമ്മൾ 2 എണ്ണം ഉപയോഗിക്കും. ഒന്ന് 2 അല്ലെങ്കിൽ 4. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വെർബ് ആണെങ്കിൽ 2, നൗൺ ആണെങ്കിൽ 4. അപ്പൊ ഇവിടെ ഡ്രിങ്ക് എന്ന് പറയുന്നത് എന്താ? യൂസേജ് ആണ്, വെർബും ആണ്. അപ്പൊ ഏതാ ഉത്തരം? 2 യൂസ് ചെയ്യും. 2 അല്ലേ? ഉത്തരം 2 ആ വരിക. Milk is good to drink. അപ്പൊ ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഹെൽത്ത്. Good for health. വെരി ഗുഡ്. കാരണം എന്താ? കാരണം അത് ഒന്ന് യൂസേജ് ആണ്, 2 നൗൺ ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് നൗൺ അല്ലേ? നൗൺ ആണ്. യൂസേജും നൗണും. ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് നാമമാണ്, വെർബ് ക്രിയയല്ല. അതുകൊണ്ട് ഗുഡ് ഫോർ. ഓക്കെ. അപ്പൊ നമുക്ക് ഗുഡ് ഫോറും നമ്മൾ യൂസേജ് പറയാൻ വേണ്ടിയിട്ട് ഗുഡ് ഫോറും ഗുഡ് ടു ഉപയോഗിക്കും. എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് ഗുഡ് യൂസ് ചെയ്യും. ഇനി ദ സ്ട്രേഞ്ചർ നോക്ക്ഡ് ഡാഷ് ദ ഡോർ. നോക്ക്ഡ് അറ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഓണോ? രണ്ടും ശരിയല്ലേ? നോക്ക്ഡ് പേഴ്സൺ ആണെങ്കിൽ അങ്ങനെയില്ല. വിരലുകൊണ്ട് ഇങ്ങനെ കൈ മുട്ടുമ്പോ എന്താ പേഴ്സൺ?
അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നോക്കഡ് അറ്റും നോക്കഡ് ഓണും ശരിയാണ്. നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് നോക്കഡ് അറ്റ് ആണ്. ഇങ്ങനെ 2 ഓപ്ഷനിൽ വന്നാൽ ശരിക്കും ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യണം. കാരണം 2 ഉത്തരമുണ്ട് 2011. പക്ഷെ നിങ്ങൾ ഇങ്ങനെ അഥവാ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ് ആൻസർ എഴുതണം. എഴുതാൻ പാടുള്ളൂ. കാരണം ഇതിന് പ്രയോറിറ്റി കൊടുക്കണം. ചിലപ്പോൾ ഡിലീറ്റ് ആവും. ഇനി മാർക്ക് കിട്ടുകയാണെങ്കിൽ അറ്റിന് മാർക്ക് കിട്ടും. ഇനി ഓപ്ഷനിൽ അറ്റ് ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺ യൂസ് ചെയ്യണം. ഓക്കെ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് എ കറക്റ്റ് പ്രപ്പോസിഷൻ. ഡു നോട്ട് ലാഫ് അറ്റ് ദ പുവർ. വെരി ഗുഡ്. ലാഫ് അറ്റ് അല്ലെ, ചിരിക്കുക, കളിയാക്കുക എന്ന് പറയുന്നത് ഒരു PV ആണ്. താങ്ക് യു സർ. സോണിഷ, ശരണ്യ നാളെ സ്റ്റേജിലേക്ക് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.